വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടൻറ് സ്ട്രാറ്റജി എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കോണ്ടൻറ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുക, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടൻറ് സ്ട്രാറ്റജി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് കോണ്ടൻറ് സ്ട്രാറ്റജി? കോണ്ടൻറ് സ്ട്രാറ്റജി പറഞ്ഞാൽ ആക്ച്വലി ഒരു കോണ്ടൻറ് മാർക്കറ്റിംഗ് പറഞ്ഞാൽ എന്താ, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് മാക്സിമം യൂസേഴ്സിലോട്ട്, നമ്മുടെ സർവീസ് എന്താണെന്ന് വെച്ചാൽ സർവീസ് അറ്റൈൻ ചെയ്യേണ്ട ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് കോണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ കോണ്ടൻറ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഈ മാർക്കറ്റിംഗ് കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് മെഷർ ചെയ്തിട്ട് നല്ല ഗ്രോത്ത് രീതിയിൽ എങ്ങനെ നമുക്ക് ആ ഒരു കോണ്ടൻറ്റിനെ മാക്സിമം യൂസേഴ്സിലോട്ട് എത്തിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് എങ്ങനെ ഗ്രോത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോണ്ടൻറ് സ്ട്രാറ്റജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ കോണ്ടൻറ് സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ഗോൾ ഉണ്ടാകും. എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, എന്ത് മെസ്സേജാണ് നമ്മുടെ കസ്റ്റമറിലോട്ട് എത്തിക്കേണ്ടത്, എങ്ങനെ ഒരു വെബ്സൈറ്റ് ട്രാഫിക് കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സ്ട്രാറ്റജിയാണ് കോണ്ടൻറ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോണ്ടൻറ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് എഫേർട്സ് ലാക്ക് ഡയറക്ഷൻസ്. ദാറ്റ് മീൻസ് നമ്മൾ ഏത് റിസോഴ്സസ് ആണ്, നമ്മൾ റിസോഴ്സസിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റിസോഴ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ കസ്റ്റമേഴ്സിന്. ആ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സ് അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള കസ്റ്റമറിലോട്ട് എത്താതിരിക്കൽ നമ്മൾ ഈ സ്ട്രാറ്റജി ഇല്ലാതാകുമ്പോൾ നടക്കും. പക്ഷെ നമുക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ വെബ്സൈറ്റ് ട്രാഫിക്കിനെ കൂട്ടാനും അതുപോലെ തന്നെ നല്ലൊരു കസ്റ്റമർ എൻഗേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ കോണ്ടൻറ് സ്ട്രാറ്റജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോണ്ടൻറ് സ്ട്രാറ്റജി എന്താണെന്നാണ്, കോണ്ടൻറ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു വേ ഓഫ് ഹൗ വി ആർ സെൻഡിങ് ദ ഡാറ്റ ഓർ ഹൗ വി ആർ കോണ്ടൻറ് മേക്ക് എന്ന കാര്യങ്ങളൊക്കെയാണ് കോണ്ടൻറ് സ്ട്രാറ്റജിയിൽ വരുന്നത്. നമുക്ക് ഇനി വരുന്ന ക്ലാസ്സസിൽ ഇനി നോക്കാൻ പോകുന്ന ബാക്കി സ്ലൈഡ്സിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു കോണ്ടൻറ് സ്ട്രാറ്റജി ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒബ്ജക്റ്റീവ്. നമ്മളിപ്പോൾ കോണ്ടൻറ് സ്ട്രാറ്റജി എന്താണെന്നൊക്കെ പറഞ്ഞു, അനി എന്തിനാണ് കോണ്ടൻറ് സ്ട്രാറ്റജി, എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. 6 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. അവെയർനെസ്, ലീഡ്സ്, എൻഗേജ്മെൻറ്റ്, ട്രസ്റ്റ്, ഗ്രോത്ത് ആൻഡ് റിറ്റൻഷൻ എന്ന് പറയുന്നത്. അവെയർനെസ് ആൻഡ് ലീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ അവെയർനെസ് കൂട്ടാനും, അവെയർനെസ് കൂട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ബ്രാൻഡെന്ന് മാക്സിമം യൂസേഴ്സിലോട്ട് എത്തിക്കാനും, അല്ലെങ്കിൽ അതിൽ വരുന്ന കസ്റ്റമേഴ്സിന് ലീഡ് കൂട്ടാനൊക്കെ ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ കോണ്ടൻറ് സ്ട്രാറ്റജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സർവീസസ് എന്ന രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് അവിടെ നമ്മുടെ പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനോട് ട്രസ്റ്റ് കൂട്ടാനായിട്ട് ഈ കോണ്ടൻറ് സ്ട്രാറ്റജിയുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രസ്റ്റ് കൂട്ടുമ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്ത് കൂടുന്നുണ്ടാകും, നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുന്ന യൂസേഴ്സിൻ്റെ നമ്പേഴ്സ് കൂടുന്നുണ്ടാകും, ഗ്രോത്ത് കൂടുന്നുണ്ടാകും. ആ ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബിസിനസ്സിനും ഗ്രോത്തും വരുന്നുണ്ടാകും. സോ ഇതൊക്കെയാണ് കോണ്ടൻറ് സ്ട്രാറ്റജീസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കമ്പോണൻസ് ഓഫ് കോണ്ടൻറ് സ്ട്രാറ്റജി. കമ്പോണൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്പോണൻസ് നമുക്ക് വരുന്നുണ്ട്. പ്ലാനിങ്, ഗോൾ, ക്രിയേഷൻ, ചാനൽ, പ്രമോഷൻ, മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. സോ പ്ലാനിങ് ആൻഡ് ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു കോണ്ടൻറ് സ്ട്രാറ്റജി അല്ലെങ്കിൽ കോണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുന്ന മുന്നേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഗോൾ ഉണ്ടാവണം. ആ ഗോളിനനുസരിച്ചിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു കോഫി ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞത് ഈ ഒരു മന്ത് നമുക്ക് 20% എക്സ്ട്രാ ഏൺ ചെയ്യണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കൗണ്ട് കൂട്ടണം എന്നൊക്കെയാണ് നമ്മുടെ ഒരു ഗോൾ എങ്കിൽ ആ ഗോളിനനുസരിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗോൾ വേണം, എന്താണ് നമുക്ക് ഈ ഒരു കോണ്ടൻറ് മാർക്കറ്റിംഗ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗോൾ ഉണ്ടാവണം. എവിടെ ആരിലാണ് ഈ ഒരു ഗോൾ കിട്ടി, ഈ ഗോൾ ആരിൽ ഉപയോഗിച്ചാലാണ് വർക്കൗട്ട് ആവുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ നോക്കണം. ഓഡിയൻസിനെ മാത്രം നോക്കിയാൽ പോരാ, നമുക്കിങ്ങനെ ഒരു പെർട്ടിക്കുലർ കലണ്ടർ ക്രിയേറ്റ് ചെയ്യണം. കോണ്ടൻറ് കലണ്ടർ എന്നാണ് നമ്മളിതിനെ പറയുക. കോണ്ടൻറ് കലണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവണം. ഇന്ന ദിവസം പോസ്റ്റ് ഇടാം, ഇന്ന ദിവസം റീൽ ഇടാം, ഇന്ന ദിവസം നമുക്ക് കുറച്ച് പോളും കാര്യങ്ങളൊക്കെ ഇടാം. അങ്ങനെ കുറച്ച് ഒരു കലണ്ടറും, അങ്ങനെ നമ്മളൊരു കോണ്ടൻറ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് അങ്ങനെ ഉണ്ടാക്കിയ കലണ്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ക്രിയേഷൻസ് ചെയ്യണം. ക്രിയേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോണ്ടൻറ്റ്സ് ഉണ്ടാക്കണം. കോണ്ടൻറ് ടൈപ്പ് ബ്ലോഗോ വീഡിയോസോ പോഡ്കാസ്റ്റോ സോഷ്യൽ പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന
കോണ്ടൻറ്റ് അത് ക്രിയേറ്റ് ചെയ്യുക. ശേഷം അതിന് വേണ്ട ചാനൽസ് നോക്കുക. ആ ചാനൽസിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സൈറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ പേജിനെ ഒപ്റ്റിമൈസ് ചെയ്യാം, കീവേഡ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെർച്ച് ഒപ്റ്റിമൈസേഷനൊക്കെ നമ്മൾ ഇനിയും പഠിക്കാൻ പോവാണ്. ഓൾറെഡി എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. സോ ആ സ്ട്രാറ്റജി ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യലാണ് ചെയ്യുന്നുണ്ടാവാം. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊമോഷൻ പ്ലാൻസ് ആൻഡ് മെഷർമെൻറ്റ്സ്. പ്രൊമോഷൻ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നോർമലി ചെയ്യുന്ന പ്രൊമോഷൻ പ്ലാൻ എന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഒരു ഇൻഫ്ലുവൻസറിന് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടാകും. അതനുസരിച്ച് അവർ പ്രൊഡക്റ്റ് അവരുടെ പേജിലിട്ടിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യലൊക്കെ ചെയ്യുന്നുണ്ടാവാം. സോ അങ്ങനത്തെ പ്രൊമോഷൻസോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, മെഷർ ചെയ്യുന്നുണ്ടാകും. എത്ര ട്രാഫിക് കിട്ടി, നമുക്ക് എത്ര യൂസേഴ്സാണ് ഈ ഒരു പോസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനും ഒക്കെ ഏതിൽ വരുന്നതാണ്, ഈ മെഷർമെൻറ്റിൽ വരുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കോണ്ടൻറ്റ് സ്ട്രാറ്റജി നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന എന്ന രീതിയിൽ. സോ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേപ്പർ എന്ന് പറയുന്നത്. സോ മേ ബി നിങ്ങൾ കേൾക്കുമ്പോൾ സെയിം സാധനം പോലെ തോന്നുന്നുണ്ടാകും, പക്ഷേ വരുന്ന അതിൽ വരുന്ന കീവേഡ്സ് നന്നായി ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റും സെക്കൻഡും ആയ സ്റ്റെപ്പാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഗോൾ ആൻഡ് ടാർഗറ്റ് ഓഡിയൻസ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിഫൈൻ ദ ഗോൾ ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പാണ് ഡിഫൈൻ ദ ടാർഗറ്റ് ഓഡിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റെപ്പ് 1, ഡിഫൈൻ ദ ബിസിനസ് ഗോൾ. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കുകയാണ്. ആ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കുന്ന ടൈമിൽ എന്താണ് നമുക്ക് ആ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അച്ചീവ് ചെയ്യേണ്ടത്? നമ്മുടെ വെബ്സൈറ്റിൻ്റെ വിസിറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഫോളോവേഴ്സ് കൂട്ടാനാണോ, പ്രൊഡക്റ്റിൻ്റെ സെയിൽ കൂട്ടാനാണോ, അല്ലെങ്കിൽ ബ്രാൻഡിനെ കുറിച്ച് കുറച്ചുകൂടി അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ എന്താണ് നമ്മുടെ ഗോൾ എന്ന് ആദ്യം ഡിഫൈൻ ചെയ്യലാണ് സ്റ്റെപ്പ് 1 വരുന്നത്. ദെൻ സ്റ്റെപ്പ് 2, ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ നമുക്ക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണം. കാരണം ഡിപ്പെൻഡ് അപ്പോൺ ദ ഓഡിയൻസിനനുസരിച്ചാണ് നമ്മളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്കൂൾ സ്റ്റുഡൻസിന് ഉണ്ടാക്കുന്ന ഒരു കോണ്ടൻറ്റ് പോലെ ആവില്ല നമ്മൾ കുറച്ചും കൂടി വലിയൊരു ആൾക്കാർക്ക് ഉണ്ടാക്കേണ്ടത്. സോ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത് ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. ആ ഓഡിയൻസിലോട്ട് ഏത് രീതിയിൽ പെർഫോം ചെയ്താലാണ് ഏത് രീതിയിൽ കോണ്ടൻറ്റ് പെർഫോം ചെയ്താലാണ് നമുക്കതിന് ഗ്രോത്ത് കൂട്ടാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കലാണ് ഇതിൽ വരുന്നത്, ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസിൽ വരുന്നത്. ആൻഡ് സ്റ്റെപ്പ് 3 ആണ് ഓഡിയൻസ് പേഴ്സോണ. ഈ ഓഡിയൻസ് പേഴ്സോണ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബയ്യർ അവരുടെ സവിശേഷത അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കലാണ് ഓഡിയൻസ് പേഴ്സോണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഏജ് എത്രയാണ്, ഏതൊരു ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നുണ്ടാവുക, ഏത് ഒക്കുപേഷൻസുള്ള ആൾക്കാരാണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവർക്ക് എന്താണ് അതിൽ നിന്ന് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കലാണ് ഓഡിയൻസ് പേഴ്സോണിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The fourth step, planning, and fifth step, content calendar. So fourth step പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമുക്കൊരു പ്രോബ്ലം മനസ്സിലായി, അല്ലെങ്കിൽ നമുക്ക് അറ്റൈൻ ചെയ്യേണ്ടത്, നമുക്ക് ഒരു ഫോളോവേഴ്സിന് അറ്റൈൻസ് ചെയ്യണം. എങ്ങനെ അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം മനസ്സിലാക്കിയാൽ ആ പ്രോബ്ലത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ബ്ലോഗ്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും പോഡ്കാസ്റ്റ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യലാണ് കോണ്ടൻറ്റ് പ്ലാനിങ്ങിൽ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ കോണ്ടൻറ്റ് കലണ്ടർ ഉണ്ട്. സ്റ്റെപ്പ് 5 കൊണ്ട് ക്രിയേറ്റ് കോണ്ടൻറ്റ് കലണ്ടർ. കോണ്ടൻറ്റ് കലണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആലോചിക്കാൻ നമുക്ക് ഇത്ര പോസ്റ്റ് ഉണ്ട്, ഇന്ന പോസ്റ്റ് ഇന്ന ദിവസങ്ങൾ ഇന്ന ടൈമിലൊക്കെ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇടാം എന്നുള്ള കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്യലാണ് ക്രിയേറ്റ് കോണ്ടൻറ്റ് കലണ്ടറിൽ വരുന്നത്. ആൻഡ് സ്റ്റെപ്പ് 6 ക്രിയേഷൻ ആൻഡ് സ്റ്റെപ്പ് 7 ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കോണ്ടൻറ്റ് പ്ലാൻ ചെയ്തു, ഇങ്ങനത്തെ കോണ്ടൻറ്റ്സ് കൊടുക്കാം, നമുക്ക് ഇങ്ങനെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യൂസേഴ്സിനോട്ട് എത്തിക്കണം ഈ രീതിയിലുള്ള കോണ്ടൻറ്റ് പ്ലാനിങ് ഒക്കെ നടത്തി അങ്ങനെ പ്ലാൻ ചെയ്ത് കോണ്ടൻറ്റിനെ ക്രിയേഷൻ ചെയ്യലാണ് സ്റ്റെപ്പ് 6 വരുന്നത്. ക്രിയേറ്റ് റെലവൻറ്റ് കോണ്ടൻറ്റ്. നമ്മൾ നല്ലൊരു റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റ് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, കുറച്ചും കൂടി വിഷ്വലി അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള നല്ല ഈസി കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണോ യൂസറിന് വേണ്ടത് ആ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ശേഷം അതിന് സ്റ്റെപ്പ് 7 ആണ് കോണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷന്. കോണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഏത് ചാനലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് മനസ്സിലായി ആ ഓഡിയൻസ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചാനൽ ഏതാണെന്ന് മനസ്സിലാക്കലാണ്. അതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമ്മൾ കോണ്ടൻറ്റ് ഒരു ചാനൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓഡിയൻസ് ആരാണ്, ആ ഓഡിയൻസ് കൂടുതലായിട്ട് എൻഗേജ് ചെയ്യുന്ന ചാനൽ ഏതാണ്, ആ ചാനലിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 19s to 20s നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20s കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. സോ നമുക്ക് 20s രീതിയിൽ വല്ല ഒരു സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മുടെ കോണ്ടൻറ്റ് അപ്ലോഡ് ചെയ്താൽ കിട്ടുന്ന റീച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആരാണ് ഓഡിയൻസ്, ആ ഓഡിയൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചാനൽ മനസ്സിലാക്കലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണോ ഫേസ്ബുക്ക് ആണോ വാട്സപ്പ് ആണോ എന്ന രീതിയിലൊക്കെ മനസ്സിലാക്കലാണ് ചെയ്യേണ്ടത്. ശേഷം അതിലോട്ട് എന്ത് ചെയ്യാൻ നമ്മുടെ കോണ്ടൻറ്റ് എടുക്കുക. കോണ്ടൻറ്റ് പറയുന്നത് ഏത് ടൈപ്പ് വേണേലാകാം, വീഡിയോസ് ആകാം, പോസ്റ്റ് ആകാം, റൈറ്റിങ്സ് ആകാം, അങ്ങനെ എന്താണോ അതിനെ നമ്മുടെ ആ ചാനലിലോട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യലാണ് സ്റ്റെപ്പ് 7 വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റെപ്പ് 8. സ്റ്റെപ്പ് 8 കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഷർ ദ പെർഫോമൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസ്റ്റ് ചെയ്താൽ ആ പോസ്റ്റിൽ എത്രത്തോളം ലൈക്സ് വന്നിട്ടുണ്ട്, എത്രത്തോളം ഷെയറിങ്സ് വന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ട്രാഫിക്, നമുക്ക് എത്ര രീതിയിൽ ട്രാഫിക് വന്നു എന്ന കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനാണ് മെഷർ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് നമുക്ക് എന്നൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏത് പോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ ഏതൊരു കോണ്ടൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് വരുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട്. സോ നമ്മളിപ്പോൾ നോക്കിയത് കോണ്ടൻറ്റ് സ്ട്രാറ്റജീസ് ആണ് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്ത്. കോണ്ടൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഒരു കോണ്ടൻറ്റ് മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് കുറേ അച്ചീവ് ചെയ്യാൻ പറ്റുക, ഒന്നും കൂടി നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും, മാക്സിമത്തിലോട്ട് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് കോണ്ടൻറ്റ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. കോണ്ടൻറ്റ് സ്ട്രാറ്റജി എന്താ നോക്കി, അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കി, എങ്ങനെയാണ് കോണ്ടൻറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കി. സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.